ഇപ്പോൾ ദുരന്ത പ്രതിരോധ വിദഗ്ധൻ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ്, കാലവർഷം നാളെ എത്തുമെന്ന കാര്യങ്ങളാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അടക്കം പറയുന്നത്. ഇത് സംബന്ധിച്ച് നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ട്. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെയും ഈ മഴയൊക്കെ തന്നെയും ഒരു ഭീതിയോടെ തന്നെയാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത്. 2018 ശേഷമൊക്കെ തന്നെയും വലിയ രീതിയിലുള്ളൊരു ഭയം തന്നെയാണ്. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഓറഞ്ച് അലേർട്ടുകളൊക്കെ നൽകിയൊരു സാഹചര്യത്തിൽ എന്തൊക്കെ മുൻകരുതലുകളാണ്, പ്രത്യേകിച്ച് ഒരു ദുരന്തം മുന്നിൽ നമ്മുടെ കൺമുന്നിൽ നിൽക്കുകയാണ്, അപ്പോൾ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത്? 2018 വരെ, അതായത് 2018 പ്രളയം വരെ മലയാളിക്ക് മഴ എന്നത് വളരെ വലിയ സന്തോഷവും ആനന്ദവും നൽകുന്നതായിരുന്നു. മൺസൂൺ ടൂറിസം ഉണ്ടായിരുന്നു, മൺസൂൺ ഹംഗാമ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. മൺസൂൺ നമ്മുടെ വലിയ ഒരു ആഘോഷമായിരുന്നു. കർഷകരുടെയും അതുപോലെ തന്നെ പിന്നെ ടൂറിസ്റ്റുകളുടെയൊക്കെ വലിയ ആകർഷകമായിരുന്നു മഴ. മഴയെക്കുറിച്ചുള്ള സിനിമകൾ, നാടകം, ഡാൻസ്, പാട്ട്, എന്തെല്ലാം കാര്യങ്ങൾ വന്നൊരു നാടാണ്. പക്ഷെ 18 പ്രളയം നമ്മെ എല്ലാം കൊണ്ട് തെറ്റിച്ചു. നമുക്ക് വലിയ ഭീതിയായി. തുടർന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ള വർഷങ്ങളിലെ ഉരുൾപൊട്ടലുകൾ, ഇപ്പോൾ ഏറ്റവും അവസാനം പുത്തകയിലുണ്ടായ പിന്നെ വയനാട് മുണ്ടകയിലുണ്ടായ ഉരുൾപൊട്ടൽ, ഇതെല്ലാം കൂടി വന്നപ്പോൾ മലയാളി ഒരു ഭീതിയിലേക്ക് പോവുകയാണ്. മഴ പെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ വലിയ പ്രശ്നമാണ്. കാരണം വളരെ സിമ്പിളാണ്. കഴിഞ്ഞൊരു 10 വർഷമായി അല്ലെങ്കിൽ 15 വർഷമായി മഴയുടെ പാറ്റേണിൽ വ്യത്യാസം വന്നു. ചെറിയ സമയത്ത്, ചെറിയ സ്ഥലത്ത്, കുറഞ്ഞ സ്ഥലത്ത് വലിയ മഴ എന്നുള്ളതാണ് മഴയുടെ പുതിയ രീതി. അപ്പോ നമ്മൾ തിരുവനന്തപുരത്ത് തമ്പാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ മഴ കാണും. കുറച്ചങ്ങോട്ട് ഈസ്റ്റ് ബോർഡിൽ എത്തുമ്പോൾ മഴയില്ല. 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. അങ്ങനെ ഞാൻ 2 സ്ഥലം പറഞ്ഞു എന്നുള്ളൂ. ഇങ്ങനെ കൊച്ചു കൊച്ചു സ്ഥലങ്ങളിൽ കൃത്യമായി ചെറിയ സ്ഥലത്ത് ചെറിയ കാലത്ത് വലിയ മഴ, ഇതാണ് പുതിയ മഴയുടെ രൂപം. രണ്ടാമത്, മേഘവിസ്ഫോടനങ്ങൾ പോലുള്ള കാര്യങ്ങൾ കേരളത്തിൽ സീരിയസ് ആയി പല സീസണിൽ സംഭവിക്കുന്നു. മൂന്നാമത്, മഴമേഘങ്ങൾ കുറെ കൂടി ഉയരത്തിൽ നിന്നാണ് വരുന്നത്. ഇതെല്ലാം ശാസ്ത്രമാണ്. കുറച്ചുകൂടി ഉയരത്തിൽ നിന്ന് വരുമ്പോൾ അതിന്റെ ശക്തി കൂടുതലാണ്. ഈ കൂടിയ ശക്തിയെ പിടിക്കുന്നതിനും പ്രതിരോധിക്കുന്നതിനുമുള്ള ഭൂവിനിയോഗ രീതികളോ കാടോ വനസമ്പത്തോ സസ്യസമ്പത്തോ അല്ലെങ്കിൽ വയലുകളോ ഒന്നും നമുക്കില്ല. അപ്പൊ 10 സെന്റ് വയലുണ്ടെങ്കിൽ 1,60,000 ലിറ്റർ മഴവെള്ളം ഉൾക്കൊള്ളും. 1 ഹെക്ടർ കാട് 32,000 ഘനകിലോമീറ്റർ മഴവെള്ളത്തെ ഉൾക്കൊള്ളും. ഇതിലൊക്കെ കുറവ് വന്നപ്പോൾ സ്വാഭാവികമായും പ്രതിസന്ധികൾ വന്നു. ഇതാണ് പ്രതിസന്ധികളുടെ കാരണം. പിന്നെ മനുഷ്യന്റെ ഇതെല്ലാം ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളാണ്. പക്ഷെ മനുഷ്യന്റെ ഇടപെടൽ കൊണ്ടും കുറെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ ഇപ്പൊ തിരുവനന്തപുരത്തെ തമ്പാനൂരിലെ വെള്ളപ്പൊക്കം, ഈസ്റ്റ് കോട്ടിലെ കിഴക്കേക്കോട്ടിലെ ഇതെല്ലാം നമ്മൾ സൃഷ്ടിച്ചതാണ്. എറണാകുളത്തെ വെള്ളക്കെട്ട്, ഈ നഗരങ്ങളിലേക്ക് വെള്ളപ്പൊക്കം, അതുപോലെ തന്നെ പിന്നെ ഉരുൾപൊട്ടൽ, മലയിടിച്ചിൽ, ഇങ്ങനെ ഇതെല്ലാം മനുഷ്യനിർമ്മിതമായ നമ്മുടെ കെടുകാര്യസ്ഥത കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധ കൊണ്ടോ അശാസ്ത്രീയത കൊണ്ടോ എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യകളിൽ നമ്മൾ കാണിച്ചിട്ടുള്ള അലംഭാവം കൊണ്ടോ അല്ലെങ്കിൽ പുതിയ എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യകൾ ഇല്ലാത്തത് കൊണ്ടോ, അതുകൊണ്ടല്ലോ അങ്ങനെയൊക്കെയാണ് ഇത് വന്നിട്ടുള്ളത്. എന്തായാലും മഴ വളരെ സീരിയസ് ആയി വരും. കേരളത്തെക്കുറിച്ച് പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സഹ്യാദ്രി മലകൾ, പശ്ചിമഘട്ട മലകൾ കിഴക്ക് നിൽക്കുകയും പടിഞ്ഞാറ് കടലും കിടക്കുന്നത് കൊണ്ട് എന്തായാലും എല്ലാ വർഷവും നമുക്ക് കിട്ടേണ്ട മഴയുടെ അളവിൽ ഒരു കുറവ് വരില്ല. കൃത്യമായി കൂടുതൽ വരും. ഇപ്പൊ ജൂൺ മാസം 1-ാം തീയതി പെയ്യേണ്ടിരുന്ന മഴ 2-3 ആവുന്നു. 3-ാം തീയതി ഒക്കെ പെയ്യേണ്ടിരുന്ന മഴ കുറവാണെങ്കിൽ അതും കൂടി ചേർത്ത് ഇവിടെ വരും. ഇന്ത്യയിൽ ഇപ്പോൾ വരൾച്ചാ വർഷമാണ്. പസഫിക് ഓഷനിലെ എൽനിനോ പ്രതിഭാസം കാരണം ഇന്ത്യയിൽ ഇപ്പോൾ വരൾച്ചാ വർഷത്തിലേക്ക് പോകും. പക്ഷേ കേരളത്തിൽ അത് വരില്ല. കാരണം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടാകുന്ന ഡൈപോൾ സിസ്റ്റം, ദ്വിധ്രുവ പ്രതിഭാസം കാരണം നമുക്ക് അത്ര വലിയ മഴ കുറയില്ല. അപ്പൊ നമുക്ക് കിട്ടേണ്ട മഴ നമുക്ക് കൂടുതൽ കിട്ടും. അങ്ങനെ വരുമ്പോൾ ഇപ്പൊ കിട്ടാതിരിക്കുന്ന മഴയും കൂടി ഒന്നിച്ചു വന്നാൽ സ്വാഭാവികമായിട്ടും നമുക്ക് പ്രശ്നം സൃഷ്ടിക്കും. മലനിരകൾ മുതൽ കടൽ തീരം വരെ എടുത്താൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. വേലിയേറ്റം നിൽക്കുന്ന സമയത്താണ് കടലിന്റെ അടുത്ത് മഴ പെയ്താൽ വെള്ളം കടലിലേക്ക് പോകില്ല. അതൊക്കെയാണ് 18 പ്രളയമൊക്കെ ഉണ്ടാക്കിയത്. അപ്പൊ വലിയ പ്രശ്നം. അപ്പൊ ജൂണിൽ നമുക്ക് ഒരുപക്ഷെ മഴ നമ്മൾ രക്ഷപ്പെട്ടു പോയാലും പിന്നെ ജൂലൈ കിടക്കുന്നു, ആഗസ്റ്റ് കിടക്കുന്നു, സെപ്റ്റംബർ കിടക്കുന്നു. ജൂൺ, ജൂലൈ, ആഗസ്റ്റ് നമ്മൾ വളരെ ശ്രദ്ധിച്ചേ കഴിയുള്ളൂ. അപ്പോൾ മനുഷ്യർ ശ്രദ്ധിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ചാനലുകൾ വളരെ ഇപ്പൊ തിരുവനന്തപുരത്ത് മാർച്ച് മാസത്തിൽ ഇപ്പൊ ഇലക്ഷനൊക്കെ വന്നുകൊണ്ടായിരിക്കാം, പക്ഷെ മാർച്ച് മാസത്തിലെ ഈ ക്ലീനിങ് പ്രോസസ് ഒക്കെ തുടങ്ങിയിരുന്നെങ്കിൽ കൃത്യമായിട്ട് ചാനലുകളും ഓടയെല്ലാം കൃത്യമായിരിക്കുമായിരുന്നു, വെള്ളം ചാടി പോകുമായിരുന്നു. അപ്പൊ നമ്മളുടെ മാലിന്യ സംസ്കരണത്തിൽ ഇപ്പോഴും വലിയ അലംഭാവമാണ് നമ്മൾ കാണിക്കുന്നത്. ഇതാണ് വലിയൊരു പ്രതിസന്ധിയാണ്. രണ്ടാമത്, ഈ ചാനലുകളുടെ പ്രശ്നം ഞാൻ പറഞ്ഞു. മലയോരത്ത് താമസിക്കുന്ന ജനങ്ങൾ എടുക്കേണ്ടുന്ന മുന്നറിയിപ്പ് കാര്യങ്ങൾ, അവർ പഞ്ചായത്താവട്ടെ, പിന്നെ ജില്ലാ കളക്ടർ ആവട്ടെ, പിന്നെ അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ചാനലുകളാവട്ടെ, IMD ആവട്ടെ, കൊടുക്കുന്ന മുന്നറിയിപ്പുകൾ വളരെ കൃത്യമായി പാലിക്കണം. അത് കേൾക്കണം,
വളരെ കൃത്യമായി പാലിക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ തീരപ്രദേശത്ത് താമസിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് താമസിക്കണം. അതുപോലെ തന്നെ ഇടനാട്ടിൽ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ മഴ മലനാട്ടിൽ ഉണ്ടാവുകയാണെന്ന് അറിഞ്ഞാൽ അവർ പെരിയാറിന്റെ തീരത്തായാലും പമ്പയുടെ തീരത്തായാലും താമസിക്കുന്നവർ വലിയ മഴ മലയിൽ വരുന്നു എന്ന് പറഞ്ഞാൽ അവർ താഴെ ശ്രദ്ധിക്കണം. കാരണം ആ മഴയാണ് 2 ദിവസം കഴിയുമ്പോൾ ഇവിടുന്നോട് താഴേക്ക് വരുമ്പോൾ ഇവിടെയും കൂടെ മഴയായി കഴിഞ്ഞാൽ പ്രളയമാവും. ഒരു കണക്ടിവിറ്റിയാണ്. അപ്പോൾ ഇതൊക്കെ പഠിക്കുന്ന, നമ്മുടെ ഭൂമിയെ കുറിച്ച് പഠിക്കുന്ന ഒരു ഭൂസാക്ഷരരായി, ഒരു ജലസാക്ഷരരായി നമ്മൾ മാറണം. മഴ നമുക്ക് ശല്യമല്ല. മഴക്കുഴികളെടുത്തും കല്ലുകയാൽ ഒരുപാട് മഴ സംരക്ഷണ പരിപാടികളുണ്ട്, ജലസംരക്ഷണ പരിപാടികളുണ്ട്, കിണറുകൾ നമുക്ക് നിറയ്ക്കാൻ പറ്റും മഴവെള്ളം കൊണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മലയാളിക്ക് ചെയ്യാൻ പറ്റും. ഈ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുകയും മഴവെള്ളം ഭൂമിയിൽ കിടക്കാത്ത സ്ഥലങ്ങളിൽ അത് തുറന്നു വിടാനുള്ള അല്ലെങ്കിൽ അത് പോകാനുള്ള സൗകര്യം കൃത്യമായി ഒരുക്കുകയും വെള്ളക്കെട്ട് പ്രദേശങ്ങൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന വളരെ കൃത്യമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രോസസ്സുകളുണ്ട്, പ്രക്രിയകളുണ്ട്. തൊഴിലുറപ്പുകാരുണ്ട്, നമുക്ക് വലിയ സേനയാണ്. ഹരിതകർമ്മ സേനയുണ്ട്, പഞ്ചായത്തിൽ സാക്ഷരതാ പ്രവർത്തകരുണ്ട്, ആശാ വർക്കേഴ്സ് ഉണ്ട്, അംഗനവാടികളുണ്ട്. ഗ്രാമപഞ്ചായത്തും നഗരസഭയ്ക്ക് വിചാരിച്ചാൽ പിന്നെ SP, സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ്, NCC, NSS, വലിയ മാൻ പവർ ഉള്ള നാടാണ് ഇവിടെ. മറ്റൊരു സംസ്ഥാനത്തിനും ഇല്ലാത്ത മാൻ പവർ, ഫ്ലോട്ടിംഗ് പീപ്പിൾ ഡെവലപ്മെന്റിലുള്ള ഒരു പ്രദേശമാണ് കേരളം. അവരെ കെട്ടഴിച്ചു വിടണം. അതിന് മന്ത്രിമാരും മുഖ്യമന്ത്രിയും സകല സംവിധാനവും അവരെ കെട്ടഴിച്ചു വിട്ട് അവരെ കൊണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ, ഇപ്പോഴേ ചെയ്യേണ്ട സമയമായിരുന്നു. പിന്നെ പുതിയ ഗവൺമെന്റ് വരുന്നു, സത്യപ്രതിജ്ഞ, അസംബ്ലി പരിപാടിയൊക്കെ ആയതുകൊണ്ടാണ് അതുകൊണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ ഒരു മുന്നൊരുക്കം നടത്തേണ്ട സമയമാണ്. മൺസൂണിനെ എതിർത്ത് തോൽപ്പിക്കലല്ല, അല്ലെങ്കിൽ പേടിച്ചിരിക്കലല്ല, താങ്കൾ ആദ്യം പറഞ്ഞ പോലെ ഇതിനെ ഭയപ്പെടലല്ല. മഴയെ കൈകാര്യം ചെയ്യാൻ നമ്മൾ പഠിക്കണം. അത് മഴയോടൊപ്പം ജീവിക്കാൻ പഠിക്കണം. അതാണ് യഥാർത്ഥ ജീവിതം. ആ രീതിയിൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതിന്റെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിക്കേണ്ടതാണ്. അതെ, വളരെ കൃത്യമാണ്. വളരെ നന്ദിയുണ്ട് സാർ പ്രതികരണത്തിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.